നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കരിയറോ ഞങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഞങ്ങൾ കരിയറിൻ്റെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ടായിട്ട് ചിലവഴിക്കാം അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ കരിയർ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുവാണോ പഠിക്കുവാണോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചത് എന്താണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പേരറിയാം നിങ്ങൾക്ക് അനന്തു എന്നാണ്. അപ്പം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCom കഴിഞ്ഞിട്ട് CMA എന്ന് പറഞ്ഞൊരു കോഴ്സ്, CMA USA എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ അത്യാവശ്യം ഒരു ഇതായിട്ടുണ്ട്, എല്ലാം മൊത്തത്തിൽ ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു കോഴ്സായി മാറി ഇപ്പോൾ നിലവിൽ. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ CMA എന്നൊക്കെ പറയുമ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സോ, CMA എന്ന് കേൾക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഇപ്പം CMA അച്ഛന്മാരുണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ കോഴ്സാന്നൊക്കെ ആയിരുന്നു. നമുക്കത്രയും ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. അപ്പം CMA എന്നുള്ളതല്ല, ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിരുന്നു നമുക്കിഷ്ടം. ഇങ്ങനെ പറയുമ്പം BCom കഴിഞ്ഞിട്ട് എന്തെന്നൊക്കെ ഉള്ള രീതിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സിറ്റിയും ഇതിൻ്റെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് നമുക്കുള്ള പരിപാടിയല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സായിട്ടാണ് നമ്മൾ CMA എടുത്തത്. 2022 ഐ തിങ്ക് പാസ്സായത്, നമ്മുടെ BCom പാസ് ഔട്ടായത്. BCom പാസ് ഔട്ടായ ന്യൂമാൻ കോളേജിലായിരുന്നു. അപ്പോൾ അത് പാസ് ഔട്ടായതിനു ശേഷം കോവിഡ് ബാച്ചായിരുന്നു. കോവിഡിൽ രണ്ട് ഇയറോളം അങ്ങനെ പോയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ CMA നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഒരു 2 പേരുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടി ചേർന്ന് 3 പേര് നമ്മൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ ചെയ്തു. ഒരു 6 മാസത്തോളമായിരുന്നു ആദ്യത്തെ ക്ലാസ്. മൊത്തം 1 വർഷത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 പാർട്ടായിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ അതിൻ്റെ എക്സാം ഞങ്ങൾ 23 ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ചേരുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അന്നേരം തുടങ്ങിയ സമയമായതുകൊണ്ട് 69 രൂപ 70 രൂപ അടുത്ത ഫീസായുള്ളൂ. അതിന് EMI സംവിധാനങ്ങളും ലോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സ്കീമിൽ തന്നെ നമ്മളും ശരി, കാരണം അത്രയും ഫൈൻസ് ഒന്നും അഫോർഡ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പാർട്ട് 2 ആയിരുന്നു ആദ്യമേ എഴുതിയത്. പക്ഷെ അതൊന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വന്ന പാർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ 3 വിൻഡോ ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഒരു വർഷമാണ് എക്സാമിൻ്റെ കോച്ചിങ്. ഇപ്പോൾ കോച്ചിങ് എടുക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും കോച്ചിങ് എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആ കോഴ്സ് നമുക്ക് ഇതിന് വലിയ പിന്നെ ഒരു ക്രൈറ്റീരിയ ഉള്ളവർക്ക് CMA USA എടുക്കാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്ലസ് 2 കഴിഞ്ഞിട്ടാണല്ലോ എടുക്കാം. പക്ഷെ എക്സാം എഴുതി പാസ്സായി നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഹോൾഡർ ആകണമെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി മാൻഡറ്ററി ആണെന്നേ ഉള്ളൂ. എക്സാം എഴുതുന്നതിനും PGയുടെ ഡിഗ്രിയുടെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പ്ലസ് 2 നമ്മൾ പഠിക്കുമ്പം കൊമേഴ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ല? ഇല്ല, അതൊരു നിർബന്ധമില്ല. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്ന ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഓൾ കേരളയിൽ CMA CA ഒക്കെ നല്ലൊരു ഒരു ട്യൂട്ടറാണ്. പുള്ളി ഷഫീഖ് എന്ന പുള്ളിയുടെ സാറിൻ്റെ പേര്. പുള്ളിക്കാരൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ആക്ച്വലി പുള്ളിക്ക് ഡിഗ്രി പുള്ളി പ്ലസ് 2 പഠിക്കുമ്പോൾ എന്താണെന്ന് തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം തുടക്കി കേരളത്തിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ട് തുടങ്ങിയപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്ത ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്. അപ്പം അതുകൊണ്ട് ഇതിനൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല നിലവിൽ. ഇപ്പം കാരണം ആൾക്കാരിപ്പോൾ വന്ന് തുടങ്ങി പിന്നെ ഇതിൽ ഓരോരോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എക്സാമിൻ്റെ ഇതിലാണെങ്കിലും എക്സാമിൻ്റെ ഓരോരോ പാറ്റേണിലാണെങ്കിലും അതിൻ്റെ രീതിയിലൊക്കെ ആണെങ്കിലും, കാരണം പുതിയ ആൾക്കാർ വരുന്നതനുസരിച്ച് അവർ ആ ബോർഡിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പം ഈ CAയും ഈ CMA തമ്മിൽ എന്താണ് ശരിക്കും ഒരു പ്രോപ്പർ? CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഇന്ത്യയിലും ഉള്ള പിന്നെ ഫോറിൻ കൺട്രീസ് ഉള്ളതും ഉണ്ട്. അത് ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പും കാണും, അതിൻ്റെ ഒരു ഫോറിൻ പതിപ്പും കാണും. അപ്പം ഞങ്ങളെടുത്തതെന്ന് പറഞ്ഞാൽ CMA യുടെ USA എന്ന് പറയുന്ന കോഴ്സാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റിൽ അമേരിക്കയിലുള്ള ഒരു ബോർഡ്, IMA എന്ന് പറഞ്ഞൊരു ബോർഡ്, കുറച്ച് പേരുള്ള ഒരു ബോർഡ്, അവർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു വക്കീലാന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടില്ലേ, അതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു ഇതാണ്, ഒരു പൊസിഷനാണ് ഈ പറയുന്ന CMA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. ഈ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അപ്പൊ അതേപോലത്തെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ CMA? അല്ലല്ല, CA എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അത് ഇന്ത്യൻ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്.
അതേ സിയുടെ തന്നെ തത്തുല്യം മീൻസ് ഫോറിൻ കൺട്രിയിൽ അതിനുവേണ്ടി ഉള്ള കോഴ്സ് CPA മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. CPA എന്ന് പറയുന്നൊരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. അത് ഇതിന് തുല്യമായിട്ട് ഫോറിൻ കൺട്രീസിലുള്ളത്. അതുപോലെ തന്നെ CMA ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ICMA ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ബോർഡുണ്ട്. ഐ തിങ്ക് അത് തന്നെയാണ് സിയുടെ ബോർഡും അത് തന്നെയാണെന്നാണ് എനിക്കത്. കാരണം അതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ഒത്തിരി നോളജ് ഇല്ല. പക്ഷെ നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡ് IMA ആണ്, അത് അറിയാം. അപ്പം അതിന്റെ തുല്യമായിട്ടുള്ളതാണ് ഈ CMA ഇന്ത്യയുടെ തുല്യമായിട്ട് ഈ പറയുന്ന പുറത്ത് ഫോറിൻ കൺട്രീസ് ഉള്ളതാണ് CMA USA. ഓക്കെ. അപ്പൊ ഈ നമ്മളെ ഈ CA പഠിക്കുന്ന ഒരാളും ഈ ഒരു CMA പഠിക്കുന്ന ആളും തമ്മില് ശരിക്കും എന്താണ് വ്യത്യാസം? ഈ അക്കൗണ്ടിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ എന്താണ് ശരിക്കും ഒരു വ്യത്യാസം? CA പഠിക്കുക എന്നുള്ളതല്ല, CA-കാരൻ എന്ന് പറയുന്നതാണ് അയാളാണ് ഈ പറയുന്ന ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങള്. അപ്പം മെയിൻ ആയിട്ട് ഒരു കമ്പനിയുടെ, ഇപ്പം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്. ഇപ്പൊ പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പം അവസാനത്തെ എൻഡിലോ വരുമ്പം നമ്മുടെ ഓഡിറ്റിംഗ് വർക്കുകൾ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അയാൾക്ക് അതിനുള്ള ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ പുള്ളിക്കാണ് ഇത്ര വ്യത്യസ്ത മേഖലകളിൽ, ഒരു ബിസിനസിന്റേതായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ ഐഡിയ ഉള്ളത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ പുള്ളിക്കാരനാണ് ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്ക്രിപ്പൻസി, എന്തെങ്കിലും തിരുത്തലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് അത് കറക്റ്റ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് അത് ഫോളോ അപ്പ് ചെയ്യാനും ഉള്ള എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെന്ന് പറയുന്നത് ഒരു 2% 1% ഒക്കെ ആയിരിക്കും. പാസിംഗ് പെർസെന്റേജ് അതുകൊണ്ട് കുറവാണ്. കാരണം അവർ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്ന മേഖലകളിലായിരിക്കും അവർക്ക് ഇതുള്ളൂ. ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് പറയുമ്പോൾ അയാൾക്ക് ഓഡിറ്റിങ്ങിലുള്ള നോളജ് കാണും, അതുപോലെ തന്നെ ലോയിലുള്ള നോളജ് കാണും, അതുപോലെ തന്നെ ടാക്സിലുള്ള നോളജ് കാണും. ഞങ്ങൾ പറയുന്ന CMA USA എന്ന് പറയുന്ന കോഴ്സുകാർ ഞങ്ങൾ ലോ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് ഇന്ത്യൻ ലോ അല്ല. അതിൽ ചെറിയൊരു IMA എന്ന് പറയുന്ന ബോർഡിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂളും കാര്യങ്ങളൊക്കെ. അതുപോലെ ഞങ്ങള് ടാക്സ് എന്ന് പറയുന്ന സംഭവമേ പഠിക്കുന്നില്ല. GST എന്നല്ല, ഒരു ടാക്സും പഠിക്കുന്നില്ല. ഇപ്പൊ അവിടുത്തെ ആണെങ്കിലും വേറെ ടാക്സുകൾ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ടാക്സ് നമ്മൾ പഠിക്കുന്നേ ഇല്ല. അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സുമായിട്ട് നമ്മൾക്ക് ഇതിനെ ഒരിക്കലും ഒരു തുലാസിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചാർട്ടേഡ് അക്കൗണ്ട്സിനെയും CA-നെയും CMA-നെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോലും, കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. കാരണം അത് രണ്ടും രണ്ട് തലങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന CMA ഇന്ത്യനെയും വേണമെങ്കിൽ CMA USA-നെയും വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അത് കമ്പയർ ചെയ്യേണ്ടത് അത് ഫോറിനിൽ തരുന്ന ഒരു ഇതും ഇത് ഇന്ത്യയിലുള്ളതുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പഠിക്കുന്ന വിഷയങ്ങൾ വേറെയാണ്, ഇതിന്റെ ഡ്യൂറേഷൻ വേറെയാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്. ഈ പറയുന്ന CMA USA ഇപ്പോഴത്തെ ഒരു 2026 ഈ പറയുന്ന ഓഗസ്റ്റ് മാസം ഈ ഒരു കറണ്ട് കേസിൽ ടൈമില് ഒരാൾക്ക് CMA USA പാസ് ആണെങ്കിൽ അറൌണ്ട് ഒരു 2 to 3 ലാക്കെങ്കിലും അയാള് പേ ഓഫ് ചെയ്യണം. കാരണം എല്ലായിടത്തും ഐ തിങ്ക് അതിനേക്കാൾ എബോവ് പോകും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ച സമയത്ത് ഈ പറഞ്ഞ 69,000 ആയിരുന്നു, 69,000 രൂപയായിരുന്നു കോച്ചിങ് ഫീസ് മാത്രം. പക്ഷെ ഇപ്പം ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവരതൊരു ബിസിനസ്സായിട്ട്, അന്നൊരു ബിസിനസ് ആയിരുന്നു, ബിസിനസ് അല്ലെന്നല്ല കോച്ചിങ് സെന്റേഴ്സ്, ഇപ്പൊ അത് കുറച്ചും കൂടി ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള പോലെ ഓരോ ചെറിയ സംരംഭങ്ങളും ഈവൻ ഈ പാസ് ഔട്ടായി ഈ പറയുന്ന CMA പാസ് ഔട്ടായി ക്വാളിഫൈ ആകുന്നവർ വരെ കോച്ചിങ് സെന്റേഴ്സ് തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ നിന്ന് കിട്ടുന്ന ജോലിയേക്കാളും അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഏൺ ചെയ്യുന്നതിനെ തുകയിനേക്കാളും കുറച്ച് അധികം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു മൈൻഡിലേക്ക് ഒക്കെ മാറി തുടങ്ങി. ആക്ച്വലി ഞാൻ CMA ഫുള്ളി ക്വാളിഫൈഡ് അല്ല, CMA സെമി ക്വാളിഫൈഡ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 2-3 തവണ, കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ ലെവലിലേക്കൊക്കെ ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെയൊക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർഷത്തിൽ 3 തവണയാണ് നമുക്ക് വിൻഡോ ഉള്ളത്. ജാനുവരി, ഫെബ്രുവരി, അതുപോലെ തന്നെ ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ. അങ്ങനെയാണ് 3 വിൻഡോയിലായിട്ടാണ് ഒരു ക്വാർട്ടർ ബേസിൽ ആ രീതിയിലാണ് എക്സാം നടത്തുന്നത്. എപ്പോൾ എക്സാം നടത്തിയാലും പിറ്റേ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള 1 മാസമോ 5 ദിവസം കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം റിസൾട്ട് വരും. അതിലൊന്നും ഒരു മാറ്റമില്ല. കാരണം നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല ഇത് നോക്കുന്ന പേപ്പർ വാല്യുവേഷനോ കാര്യങ്ങളോ ഒന്നും അല്ലല്ല. അതെല്ലാം ഈ പറയുന്ന ബോർഡ് തന്നെ, IMA ബോർഡാണ്. അപ്പോൾ അതെല്ലാം
അതൊക്കെ നമുക്ക് പക്കായിട്ടും കാര്യങ്ങളായിട്ടും കിട്ടും. പക്ഷെ ഇവിടുത്തെ എനിക്ക് ഇതിനകത്ത് ഒരു അവസാനത്തെ ഘട്ടത്തിലേക്ക്, കാരണം ഞാൻ പാർട്ട് 2 ആയിരുന്നു ഞങ്ങളവിടെ പഠിപ്പിച്ച ആദ്യമേ. അപ്പം മൈൽസ് എഡ്യൂക്കേഷനിൽ കൊച്ചിയിലാണ് ഞാൻ പഠിച്ചത്, കലൂര്. അപ്പം ആ പാർട്ട് 2 ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് പാസ്സായി. പക്ഷെ ഈ പാർട്ട് 1 ആണ് ആദ്യമേ അവിടെ പക്ഷെ പഠിപ്പിച്ചത്. സോറി പാർട്ട് 2 ഫസ്റ്റ് അവിടെ പഠിപ്പിച്ചു. ഐ തിങ്ക് സോറി പാർട്ട് 1 തന്നെയാണ് ഫസ്റ്റ് പഠിപ്പിച്ചത്. പാർട്ട് 1 പഠിപ്പിച്ചു. പാർട്ട് 1 പഠിപ്പിച്ചതിന് ശേഷം ഞാൻ പാർട്ട് 1 ഇത് ചെയ്തു, സ്കിപ്പ് ചെയ്തു. ഞാൻ എഴുതിയില്ല, ഒരു എന്തോ സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2ന്റെ ക്ലാസ് എടുത്തിട്ടാണ് പിന്നെ പാർട്ട് 1ലേക്ക് വരുന്നത്. അപ്പം എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞു ഇത് 2 ടൈം ഫ്രെയിമിലാണ് ഇത്, ടൈം ലൈനിലാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു, ക്ലാസ് നടത്തുന്നത്. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്തപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ചു എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മളിപ്പം ഇരുന്നേക്കുന്നത്. അപ്പം പാർട്ട് 2 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് 2ന്റെ ക്ലാസ് കഴിഞ്ഞു, പാർട്ട് 2 അപ്പം തന്നെ എക്സാം എടുത്തു. സെക്കൻഡ് അറ്റംപ്റ്റിൽ അത് ക്വാളിഫൈ ആയി. ബാംഗ്ലൂരാണ് എക്സാം എടുത്തത്. അതും ഒരു മിത്തിന്റെ പുറത്ത് പോയതാണ്. കാരണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ എക്സാം ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെയുള്ള ആ സമയത്ത് ഭയങ്കര ഇങ്ങനത്തെ പറച്ചിലുണ്ട്. കാരണം കേരളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് എടുക്കുവാണെങ്കിൽ അങ്ങനെ പലതുണ്ട്, ഒരു മിത്ത് ഉണ്ട് ഒക്കെ എടുക്കുന്ന പോലെ. ആ സമയത്ത് അതിന്റെ ഭയങ്കര ഒരു സമയമായിരുന്നു, 2023-24 സമയം ഞങ്ങൾ ഈ പറയണേ. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂർ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെലവും കൂടുതലാണ്. അതെ, ഭയങ്കര ചെലവാണ്. ട്രെയിൻ എടുത്ത് 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് പോയി, ഭയങ്കര ട്രെയിനാണ് കിട്ടാനില്ല, സ്ലീപ്പർ എടുത്ത്, അങ്ങനെ ഒത്തിരി അതിനകത്ത് ഒത്തിരി പൈസ മുടക്കുണ്ട്. എന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ പോയാണ് ആദ്യത്തെ പരീക്ഷ എടുത്തത്. ബാംഗ്ലൂരാണ് സെക്കൻഡ് അറ്റംപ്റ്റും ബാംഗ്ലൂർ. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായി, പാർട്ട് 2 പാസ്സായി. അതിനുശേഷം പാർട്ട് 1 പിന്നെ ക്ലാസ് ഒന്നുമില്ല, കാരണം ക്ലാസ് നേരത്തെ കഴിഞ്ഞായിരുന്നു. വേണമെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കാം, അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ക്ലാസ് ഇല്ലാണ്ട് നമുക്ക് തന്നെത്താനെ സെൽഫ് സ്റ്റഡി ചെയ്യാന്നുള്ള രീതിയിൽ നോക്കി. പക്ഷെ ഈ പറയുന്ന പാർട്ട് 1 നമുക്ക് സെറ്റ് ആവുന്നില്ല. പാർട്ട് 1 എക്സാമിന് പോകുന്നവരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതി. പക്ഷെ നമ്മൾ ആ ഒരു 360 ആണ് ഇതിനകത്ത് മാർക്ക് വേണ്ടത് പാസ്സാവാനായിട്ട്. അപ്പോൾ ഇത് MCQ ഉണ്ട്, 100 MCQ ഉണ്ട്. 100 MCQയിൽ 50% റൈറ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് essay window എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. essay window നമ്മൾ ടൈപ്പ് ചെയ്യുവാണ് കീബോർഡിൽ, അത് ഓപ്പൺ ആയി. അതും 50% അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് 360 മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സാവും. പക്ഷേ ഈ പറയുന്ന 50% കിട്ടിയില്ല എങ്കിൽ ഈ essay window ഓപ്പൺ ആവില്ല, നമ്മൾ ഫെയിൽ ആവുന്ന അപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള ഓപ്ഷനും ഈ CMA USA ഒരു പ്ലസ് പോയിന്റ് പോലെ എനിക്ക് പറയാവുന്ന. അതുപോലെ തന്നെ അതിനകത്തൊരു മെയിൻ സംഭവമാണ്, ഇത് ഓപ്പൺ ആയെന്ന് കരുതി ജയിക്കാനും സാധ്യതയില്ല. ഒരു 50-50 ചാൻസ് ഇതിനകത്തുള്ളൂ. പക്ഷെ ഈ നമ്മൾ essay അത്ര നന്നായിട്ടാണ് എഴുതിയത്. കാരണം essay വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എഴുതിയ എല്ലാവർക്കും സെയിം essay തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ MCQ വ്യത്യാസമായിരിക്കും. നമ്മൾ കോപ്പി അടിച്ചെഴുതാമെന്ന് നോക്കി കഴിഞ്ഞാൽ നടക്കില്ല, അതിനുള്ള സമയവും കിട്ടില്ല. 4 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ ഇടയ്ക്ക് സെക്ഷനായിട്ടുള്ള ബ്രേക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് അവർ അനുവദിക്കും, പക്ഷെ വീണ്ടും സമയം അന്നേരം അവിടെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അതിടയ്ക്ക് പോസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് മൂത്രമൊഴിക്കാൻ പോകാനോ എന്തിനൊക്കെ വേണമെങ്കിലും നടക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന 4 മണിക്കൂറിന് കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയില്ല, സമയം ഷെർന്ന് പോവും. എനിക്ക് ഇങ്ങനത്തെ ചിന്തയൊക്കെ ഉള്ളായിരുന്നു. ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണം, ഇടയ്ക്ക് വയറുവേദന എടുക്കും, അങ്ങനെ. കാരണം നമ്മൾ ഈ 4 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഇരുന്നിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന ഇൻവിജിലേറ്ററിൻ്റെ ഈ ഇൻസ്പെക്ഷൻ എല്ലാം കൂടെ നടക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു 5 മണിക്കൂർ 5 to 6 മണിക്കൂറോളം വരും. കാരണം നമ്മൾ അത് അത്ര നേരം അതിനകത്ത് ഇരിക്കുന്നതാണ്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഇപ്പോൾ ഈ തോന്നലൊക്കെ തോന്നാം. അപ്പം പക്ഷേ ഈ പറയുന്ന ഒരു തോന്നലും ഞാൻ ഇതുവരെ ഒരു എക്സാമിന് പോകുമ്പോഴും, എക്സാമിന് മുമ്പ് ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ എക്സാമിന് പോയപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിലവിലിപ്പം ഞാൻ പാർട്ട് 1ന്റെ എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ലാസ്റ്റ് വിൻഡോയിൽ. പക്ഷേ എനിക്കത് ക്ലിയർ ആയില്ല, റിസൾട്ട് വന്നു. ആക്ച്വലി അത് സെമിൻ്റെ ഓപ്പൺ ആയില്ലായിരുന്നു. പിന്നെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നമ്മുടെ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ, നമ്മളൊരു 80-85% നമുക്ക് അത് ഓപ്പൺ ആകും. എനിക്കാണ് 50-50% ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. essay വിൻഡോയും essay ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും. MCQ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഉണ്ടായിരുന്നു, പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഓപ്പൺ ആയില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ മെയിലൊക്കെ അയച്ചു. പക്ഷെ നിലവിലിപ്പോൾ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 2023 ലാസ്റ്റായപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഏകദേശം പറയുന്ന ഒരു 3 വർഷത്തെ പീരീഡാണുള്ളത്. ആ 3 വർഷത്തിനുള്ളിൽ 2 പാർട്ടും പാസ്സാവണം എന്നൊക്കെയായിരുന്നു അവരതിനകത്തൊരു ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് 2 പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എങ്ങനെയാണ് എൻ്റെ ഒരു നിലവിൽ നിൽക്കുന്നത്, അപ്പോൾ ഇത് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എനിക്ക് എഴുതാൻ പറ്റുമോ
കാരണം എനിക്കതിലൊരു ഒരു ഇത് നഷ്ടപ്പെട്ടു തുടങ്ങുക. കാരണം ഇപ്പം ഇത്രയും തവണ അറ്റംപ്റ്റ് ചെയ്തു, അപ്പം അതിൽ അത്രയും അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാനുള്ളൊരു അന്ന് കിട്ടുവാണെങ്കിൽ ഓക്കെ. ഞാനിത് ചേർന്ന സമയത്ത് 2023-24 എനിക്കിത് പാസ് ഔട്ടായി ഒരു ജോലിക്ക് കയറി നമുക്കിവിടെ കേരളത്തിൽ നിന്ന് ജോലി കിട്ടും കേട്ടോ. അതിനുള്ള CMA USAയുടെ ഇത് ചോദിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ചില കമ്പനികൾ CMA USA എന്നൊക്കെ പറയുമ്പോൾ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം CMA USAയ്ക്ക് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ പാസ്സാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആസ് എ വ്യക്തി എനിക്ക് ഇപ്പം നിലവിൽ അവിടെ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ സ്ട്രൈക്ക് ഓൺ ചെയ്ത് നിന്ന് ഇപ്പം അതിലൊരു ഒരു പിന്തിരിപ്പൻ ഒരു ആശയം പോലെ എനിക്കിപ്പം മടുത്തു, അല്ലെങ്കിൽ ഇനി നിർത്തിയാലോ. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു എക്സാമിന്റെ ഫീസ് എന്ന് വെച്ചാൽ ഡോളറിൽ നടക്കുന്നത്. കാരണം USA കോഴ്സ് ആയതുകൊണ്ട് ഡോളറിൽ വരുമ്പം അറൗണ്ട് ഒരു 36,000 രൂപയൊക്കെ ഒരു പാർട്ടിന്റെ എക്സാം ഫീസ് തന്നെ വരും. പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു അറൗണ്ട് ഒരു 24-30, അപ്പം മൊത്തത്തിലൊരു 52,000 രൂപ വരും. 2 കാറ്റഗറിയിലാണ് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ പ്രൊഫഷണൽ കാറ്റഗറി, രണ്ടാമത്തെ സ്റ്റുഡന്റ് കാറ്റഗറി. സ്റ്റുഡന്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു PG അക്വയർ ചെയ്യണം. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ HODയുടെ ഒക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു സ്കോളർഷിപ്പ് മുഖേന ഒന്നെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന PG എന്തെങ്കിലും നമ്മൾ വീണ്ടും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്വയർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. സ്കോളർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം 2023 ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അന്നത്തെ അറിവ് വെച്ചാണ് ഞാൻ ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അന്ന് നമ്മൾക്കിതൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ നോർമലായിട്ട് ഫീസ് കൊടുത്ത് പ്രൊഫഷണൽ കാറ്റഗറി തന്നെയാണ് ഞാൻ ഫീസ് അടച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇപ്പം അങ്ങനെയാണെന്ന് പ്രസ്താവിക്കാൻ പറ്റില്ല. കാരണം അത് മാറ്റിയോ ഇല്ലയോ എന്ന് നമ്മളത് നോക്കുന്നില്ല. നമ്മൾ നോർമലായിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ വന്ന് നോക്കി. അപ്പം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അറിയാം, കോൺടാക്ട് ചെയ്യോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ച് നോക്കുവാണെങ്കിൽ അറിയാം. ഈ ലക്ഷ്യയിലൊക്കെ അത്യാവശ്യം ലക്ഷ്യയിൽ ഞങ്ങൾ എല്ലായിടത്തും നോക്കിയായിരുന്നു. ഞങ്ങൾ മനസ്സിലാ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും നോക്കാം, അവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഹെൽപ്പും ചെയ്തു തരും. ഓക്കെ. അപ്പൊ നിലവിൽ എന്റെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2 പാസ്സായി സെമി ക്വാളിഫൈ. ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ CMA USA എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ 2 പാർട്ടും ക്വാളിഫൈ ആകണം. ഇപ്പൊ ബാക്കിയുള്ള കോഴ്സൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം ഏതാതും ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ CMA India, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ട് അല്ലെങ്കിൽ ഇപ്പം ഈവൻ സെമി ക്വാളിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ നിലയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണല്ലോ അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വാല്യൂ അല്ലെങ്കിൽ ആസ് എ നെയിം അങ്ങനെ ഇത് കിട്ടണമെങ്കിൽ CMA USA ഫുള്ളി ക്വാളിഫൈഡ് ആണ്. CMA USA സെമി ക്വാളിഫൈഡിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾക്ക് CV-യിൽ വെറുതെ വെക്കാം എന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് CMA USA എന്ന് പറയുന്നതിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മീനിങ് കിട്ടണമെങ്കിൽ അത് ഫുള്ളി ക്വാളിഫൈഡ് ആകണം. അപ്പം എന്റെ നിലവിലത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. കാരണം ഇത്രയും എക്സ്പെൻസുകൾ ഞാൻ ഇത്രയും എക്സാം എഴുതി, അപ്പൊ അതിന്റെ എക്സ്പെൻസ് എല്ലാം കൂട്ടി നോക്കി എനിക്കത് റീകൂപ്പ് ചെയ്തെടുക്കണമല്ലോ. അപ്പം എനിക്കിപ്പോ 24 വയസ്സായി. അപ്പം ഇനി എനിക്ക് ആ സമയത്തിനുള്ളിൽ ഇത് റീകൂപ്പ് ചെയ്യണം. മറ്റു കുറച്ച് ആഗ്രഹങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ PG ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് PG എടുക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ലൈഫിൽ ഓരോരോ ഗോൾസ് വേറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് ഇനി പോകുമ്പം ഈ CMA എടുക്കണോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നമ്മളൊക്കെ ഇപ്പം ചിലർക്കൊക്കെ ഭാഗ്യം ഇപ്പം എന്നെപ്പോലുള്ളവരുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം അത് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇത് തെറ്റിപ്പോയില്ലോ എന്ന് എൻ്റെ ഒരു കേസിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം ചെയ്ത് നോക്കി ഞാൻ ഇത്ര ദൂരം ചെയ്ത് നോക്കി 23 ലാസ്റ്റ് തൊട്ട് 26 വരെ. ഈ 26 വരെ ആക്കേണ്ടതെന്ന് അത് എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ്. കാരണം ഫണ്ടായില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വലിച്ചു കിട്ടിക്കൊണ്ട് പോയത്. ഇത്ര നാൾ നോക്കേണ്ടതൊന്നും കാര്യമില്ല. 1 വർഷമൊക്കെ നോക്കി നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. ഉറപ്പായിട്ട് ഞാനിത് ഒരു പാർട്ടും പാസ്സായിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര നാളൊന്നും നോക്കില്ല. ഉറപ്പായിട്ട് നേരത്തെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്ത് പോകും. എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അബദ്ധത്തിൽ ഒരു പാർട്ട് പാസ്സായിപ്പോയി. അതെങ്ങനെ പാസ്സായെന്നോ ഒന്നും ഇപ്പം തിരിഞ്ഞു നോക്കി അതെന്തിനും ഞാൻ പാസ്സായെന്നൊക്കെ ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ഈ പറയുന്ന അക്കൗണ്ടൻസി ഫീൽഡിൽ ഞാൻ പിന്നെ ടാലി കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഹോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ബേസിൽ ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടർ സ്ഥാപനത്തിൽ തൊടുപുഴ തന്നെ ജോലി ചെയ്ത് വരുവാണ്. അപ്പം എൻ്റെ ഒരു കറണ്ട് സിനാരിയോ കേസ് അതാണ്. അപ്പം ഞാനിനി എങ്ങനെയാണ് ഈ CMAയിലോട്ട് പോകുമോ അല്ലെങ്കിൽ തിരികെ പോകുമോ എന്നൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ IMAയിൽ നിന്ന് എനിക്കൊരു മെയിൽ വരണം. IMA എന്നാണ് ആ ബോർഡിന്റെ പേര്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. അപ്പോൾ ആ ബോർഡിൽ നിന്നും ഒരു മെയിൽ എനിക്ക്
തോന്നുന്നു ഇതൊരു മെയിൽ വരണം. അതൊന്നാമത്തെ കേസ്. ഈ മെയിൽ വന്നാലും ഞാൻ എഴുതണം എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൽ അത്ര തൃപ്തനല്ല ഈ പറയുന്ന കോഴ്സിലും. ഇപ്പം ഇവരെന്നെ തോപ്പിക്കണയാണോ എന്നൊക്കെ വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. നേരത്തെ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിക്കണേ ഇല്ലായിരുന്നു. അത് പക്കയാണ്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു മൈൻഡ് ഒരു ഡൈവേർട്ട് ആവുന്ന ഒരു കേസിലൂടെ ഇപ്പം കടന്നു വന്നത്. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അത് ഡിപ്പെൻസ് ആണ്. അപ്പം എടുക്കുന്നവർക്ക് എടുക്കാം, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷാണ്. ക്യാഷ് നല്ല രീതിക്കാകും. കാരണം ഞങ്ങൾ പഠിച്ച സമയത്തെ പോലെയുള്ള ഫീസ് അല്ല ഇപ്പം നിലവിൽ. കോച്ചിങ് ഫീസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ EMI വ്യവസ്ഥയിൽ ചെയ്യാൻ നോക്കാം. പക്ഷെ ഇത് ഫീസ് അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് ഒരു EMI ഒരു പരിപാടി നടക്കില്ല. അന്നേരം ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കുന്നതൊന്നും ചില എമൗണ്ടൊന്നും അല്ല, വലിയ എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്റ്റോറി, ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി കാണാം. അപ്പോൾ നമുക്കിനി ജയ്മോൻ്റെ കാര്യം ചോദിക്കാം. എൻ്റെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, നമുക്ക് അല്ലെങ്കിൽ ഒന്ന് സ്ക്യൂസ് കുറച്ച് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ജയ്മോൻ്റെ കാര്യം ചോദിക്കാം. ജയ്മോൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. ഏഴുമുട്ടത്ത് ഒരുമിച്ച് പഠിച്ചാണ്. അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കരിമണ്ണൂർ. അപ്പം അവിടെ അവൻ്റെ അച്ഛൻ്റെ വീടും തറവാടും എൻ്റെ വീട്, ഞാൻ ഏഴുമുട്ടത്തുനിന്ന് പോകുന്നതായിരുന്നു. ഏഴുമുട്ടത്ത് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പം പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ വീട് ഇപ്പം അടുത്തടുത്താണ്. അപ്പം നമുക്കിനി അവൻ്റെ ഒരു കറണ്ട് എന്താണ് കറണ്ട് ചെയ്യുമ്പോൾ, അവനും 24 വയസ്സ്, എൻ്റെ സെയിം 24 വയസ്സ് സെയിം, ഞങ്ങളുടെ സംഭവം എല്ലാം കറക്റ്റാണ്. അപ്പം ഇനി നമുക്ക് അവൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ.